കർത്താവിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. ജെറമിയ 29:11. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. രോഗവും സഹനവും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതിലൂടെ ഈശോ പറയുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ ഈശോയെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്നും ഈശോ പറയുന്നുണ്ട്. അപ്പോൾ രോഗം വരുമ്പോൾ നമ്മൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. അത് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ച് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണത്തിനും അനേകരുടെ സൗഖ്യത്തിനും രക്ഷയ്ക്കും അത് ഉപകരിക്കും. രോഗം വരുന്നത് സ്വന്തം കുറ്റത്താലോ മറ്റുള്ളവരുടെ വീഴ്ചയാലോ അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ ഭാഗവുമാകാം. എന്തു തന്നെ ആയാലും അതെല്ലാം ദൈവിക പരിപാലനയാണ്. അതുവഴി പൂർത്തിയാകേണ്ട നമ്മുടെ ദൈവിക ഉദ്ദേശത്തെ നാം പ്രാർത്ഥനയിലൂടെ തിരിച്ചറിയണം. നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടാൻ പോകണം. നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് ഈ രോഗം ഇപ്പോൾ എനിക്കല്ല, എൻ്റെ മക്കൾക്കല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ ആർക്കെങ്കിലും വരുമ്പോൾ നമ്മളത് പ്രാർത്ഥിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രോഗം വന്നത്. അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും രോഗം വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കഷ്ടതകളും വിപരീത അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെയും ദൈവത്തെയും നമ്മൾ പഴിക്കാതെ നമ്മൾ ദൈവകരങ്ങളിൽ നിന്നത് സ്വീകരിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. നമ്മൾ അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയണം. തീയിൽ സ്വർണം ശുദ്ധി ചെയ്യുന്നത് പോലെ നമുക്കും പുതിയ സൃഷ്ടിയാകാനുള്ള ഒരു വലിയ അവസരമാണ് ഈ രോഗം. പല വിശുദ്ധരും മഹത് വ്യക്തികളൊക്കെ തങ്ങളുടെ രോഗാവസ്ഥയിൽ അത് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാക്കി അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സൈനികനായിരുന്ന ഇഗ്നേഷ്യസ് ലയോള രോഗാവസ്ഥയിൽ പുസ്തകങ്ങൾ വായിക്കുകയും അങ്ങനെ അദ്ദേഹം വിശുദ്ധരുടെ പല ജീവചരിത്ര പുസ്തകങ്ങളും വായിച്ച് അദ്ദേഹം വിശുദ്ധിയിലേക്ക് കടന്നു വന്നു. നമ്മുടെ കൊച്ചു ത്രേസ്യ പുണ്യവതി ചെറുപ്പത്തിലേ തന്നെ കുറെ സഹനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതൊരു പൂമാലയായി എന്ന് പറഞ്ഞാൽ റോസാ പുഷ്പങ്ങളായി ഈശോയ്ക്ക് സമർപ്പിച്ച് വലിയ വിശുദ്ധയായി തീർന്നു. വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധയായി തീർന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ല, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ആ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാണ് വചനത്തിലാണ് അൽഫോൻസാമ്മ വിശുദ്ധയായി തീർന്നത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡി പറയുന്നുണ്ട്, എൻ്റെ രോഗാവസ്ഥയിലാണ് ഞാൻ അനേകം നന്മ പ്രവൃത്തികൾ ചെയ്തതെന്ന്. അതുപോലെ ഏശയ്യ 40:30-31 വചനങ്ങളിൽ പറയുന്നുണ്ട്, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ജോബ് 2:10 പറയുന്നുണ്ട്,
ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുന്നു. അപ്പോൾ രോഗമായാലും എന്ത് പ്രശ്നമായാലും നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നമ്മൾ ധ്യാനങ്ങളൊക്കെ കൂടി ആത്മീയ വ്യക്തികളുമായി ഷെയർ ചെയ്ത് നമുക്ക് അത് എന്താണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് നമുക്ക് നന്മയാക്കി മാറ്റാം. ഇതാണ് ഈ വചനങ്ങളിലൂടെ ഈശോ നമ്മോടെല്ലാം സംസാരിക്കുന്നത്. കർത്താവ് ഈശോയെ ഈ വചനങ്ങളുടെ അഭിഷേകത്താലെ അനേകം ദുഃഖിതരെ, രോഗികളെ, നിരാലംബരെ, വേദനിക്കുന്നവരെ, കഷ്ടപ്പാടുകൾ സഹിക്കുന്നവരെ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ അവിടുത്തെ ശക്തി അയച്ച്, അവിടുത്തെ വചനം അയച്ച്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാ വേദനിക്കുന്നവരെയും രോഗികളെയും അവിടുന്ന് തൊടണമേ, സുഖപ്പെടുത്തണമേ. വചനത്തിൽ ആശ്രയിച്ച് യേശുവിനോട് ചേർന്ന് സഹിച്ച് വിശുദ്ധീകരിച്ച് മഹത്വപ്പെടുത്തി സൗഖ്യം പ്രാപിച്ച് രക്ഷപ്പെട്ട് യേശുവിൻ്റെ സാക്ഷികളായി തീരുവാൻ, യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. ആമേൻ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾ